ആഗോള ആഭ്യന്തര മാർക്കറ്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഏതായാലും ആദ്യം തന്നെ നമുക്ക് യു എസ് മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓൾമോസ്റ്റ് ഒരു നെഗറ്റീവ് ടോണിലാണ് എല്ലാ സൂചികകളും ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടുന്നത് പുറത്തു വരുന്ന പല നമ്പേഴ്സും അത്ര ആശ്വാസകരമായിട്ടല്ല യു എസിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ചില ചെറുകിട ബാങ്കുകളിൽ ഫ്രോഡിൽ ഉൾപ്പെട്ടിരിക്കുന്നതടക്കമുള്ള ഫ്രോഡ് ഉൾപ്പെടെ നഷ്ടം വന്നിരിക്കുന്നതടക്കമുള്ള അപ്ഡേറ്റ്സ് ഒക്കെ എത്തുന്നുണ്ട്. വീണ്ടും അവിടെ ഒരു ഭയം ഉടലെടുക്കുക. ഈ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കൻ വിപണിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, നമുക്ക് അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഒക്ടോബർ 3 ആയിരുന്നു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഗ്രാജുവലായിട്ട് നമുക്കൊരു സെല്ലിംഗ് പ്രഷർ അമേരിക്കൻ വിപണിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേൺ ട്രെൻഡ് ഇസ് ടേണിംഗ് ബെയറിഷ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വിപണിയിൽ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നില്ല. ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 45,700 പോയിന്റ്. ആ സപ്പോർട്ടിന്റെ താഴെ ക്ലോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 1000 പോയിന്റിന്റെ ഇടിവെങ്കിലും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ എടുത്തു പറയാനുള്ളത് സിറ്റി ബാങ്ക്, ബാങ്ക് ഓഫ് അമേരിക്ക, JP മോർഗൻ, ബ്ലാക്ക് റോക്ക്, ഗോൾഡ്മാൻ സാക്സ് മുതലായ വലിയ ബാങ്കിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 24,200 പോയിന്റ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ചും ഗോൾഡിലേക്ക് വരുമ്പോൾ ഇന്നലെ അമേരിക്കയിൽ ഉടലെടുത്ത ഒരു ഭീതിയിൽ വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്ത് ആ ഒരു റാലി നിർത്തുന്നില്ല എന്ന് തന്നെ, ഒട്ടും തന്നെ യാതൊരു തരത്തിലുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാതെ വീണ്ടും ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ് കാണാൻ സാധിച്ചത്. ഒരു പക്ഷേ ഇന്നലെ രാവിലെ നമ്മൾ സംസാരിച്ചപ്പോൾ $4,200 എന്നൊരു നിലയായിരുന്നു ഓൾ ടൈം ഹൈ ആയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോൾ $4,380.79 എന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇൻട്രാഡേയിൽ ഒരു 4% അടുത്തുള്ള ഒരു റാലിയാണ് ഗോൾഡിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഓൾറെഡി ഗോൾഡിൽ ഒരു റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ അടക്കമുള്ള ഇത്തരം വരുന്ന അപ്ഡേഷൻസ് ഒക്കെ, ഒരു ഭീതി പരത്തുന്ന തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ വീണ്ടും കൂടുതൽ നിക്ഷേപം ഗോൾഡിലേക്ക് എത്താനുള്ളൊരു സാധ്യതയാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് സ്വർണത്തിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും വളരെ എക്സ്ട്രീം ഒരു ഡേഞ്ചർ സോണിലോട്ട് സ്വർണം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവച്ച ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $4,270 അമേരിക്കൻ ഡോളർ ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറക്ഷൻ വരാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. സർ, അതിനോടൊപ്പം തന്നെ ക്രൂഡിലേക്ക് കൂടി വരികയാണ്. ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റിഷ് ടോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ഏർലി അവേഴ്സിൽ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് നേരിയതെങ്കിലും ഒരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് ക്രൂഡ് ശ്രമിക്കുന്നുണ്ട്. സോ ക്രൂഡിലുള്ള തുടർച്ചയായിട്ടുള്ള ഈ ഒരു ബിയറിഷ് ടോണിനേക്കാൾ ഉപരി ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ബോട്ടം അറ്റ് ദിസ് പോയിന്റ് കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ക്രൂഡിന്റെ കയ്യിൽ $55 ലെവൽ ഇസ് ദ മേജർ സപ്പോർട്ട് ഏരിയ. ആ ഒരു സപ്പോർട്ട് ആയിരിക്കാം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇന്നലെ നിഫ്റ്റിയിലേക്ക് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ സെൻസെക്സിലേക്ക്, ആഭ്യന്തര വിപണിയിലേക്ക് പൊതുവെ വരികയാണെങ്കിൽ വളരെ സ്റ്റെല്ലറായിട്ടൊരു പ്രകടനമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 25,450 എന്ന് പല അനലിസ്റ്റുകളും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കിയിരുന്ന ആ ലെവലൊക്കെ വളരെ അനായാസം മറികടന്നുകൊണ്ട് 25,600 എന്നൊരു ലെവൽ മറികടന്നുകൊണ്ടൊരു കുതിപ്പായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 25,585.3 ലാസ്റ്റ് മൊമെൻറ്റ്സിൽ ചില പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു എങ്കിൽ പോലും ആ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റി 50യിലുള്ള ഈ ഒരു റാലിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? താങ്കളുടെ ഒരു വ്യൂവിൽ ഈ ഒരു റാലിക്ക് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ല, നമ്മൾ നിഫ്റ്റി 50 സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ ഓർക്കേണ്ടത് മേജർ റെസിസ്റ്റൻസ് 25,700 പോയിന്റിലാണ് കാണുന്നത്. നാച്ചുറലി ആ ഒരു റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും നമ്മൾ അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം.
നമ്മൾ നിഫ്റ്റി 50 സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് ആദ്യത്തെ ഇതിന്റെ ഒരു സിഗ്നിഫിക്കന്റ് ബോട്ടം കാണാൻ സാധിക്കുന്നു ഓഗസ്റ്റ് 8 ആയിരുന്നു. അതിനുശേഷം ഗ്രാജുവൽ ഒരു കൺസോൾട്ടേഷൻ നടന്നതിന് ശേഷം സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഈ റാലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. Now, ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിൽ ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് ഇതിൽ മേജർ 2 ഫാക്ടേഴ്സാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇസ് നാച്ചുറലി പ്രധാനമന്ത്രിയുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ GST റിഫോംസ് ആൻഡ് റിഡക്ഷൻ ഇൻ ദ GST. രണ്ടാമത്തെ ഒരു ഫാക്ടർ ഇസ് ദ ഫാക്ട് ദാറ്റ് ഇൻഫ്ലേഷൻ റേറ്റ് ഇസ് അറ്റ് 8-year low ലെവൽ. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ആൻഡ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ താഴോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത RBI മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഐ എം എക്സ്പെക്ടിങ് RBI ടു കട്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഫർദർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോ സെക്ടർ, റിയാലിറ്റി സെക്ടർ, ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചില പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു കൺസംഷൻ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന സെക്ടേഴ്സിലായിരുന്നു പ്രധാനമായിട്ടൊരു മുന്നേറ്റം കണ്ടിട്ടുണ്ടായിരുന്നത്. ബ്രോഡർ മാർക്കറ്റിൽ അത്ര ഒരു മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും അത്ര അധികം ഒരു മുന്നേറ്റവും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മുന്നേറിയ സെക്ടേഴ്സിൽ തന്നെ FMCGയുടെ ഒരു മുന്നേറ്റമായിരുന്നു എടുത്തു പറയുന്നത്. ഏകദേശം ഇൻട്രാഡേയിൽ 1000-ലധികം പോയിന്റ്സിൻ്റെ സിംഗിൾ ഡേ മൂവ്മെൻ്റ് ആണ് ഇന്നലെ ഈ ഒരു ഇൻഡെക്സിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറേ ട്രേഡിംഗ് സെഷൻസിലായിട്ടൊരു കൺസോൾട്ടേഷൻ ഫേസിൽ നിന്നതിന് ശേഷം അതായത് ഒക്ടോബർ 15 അതിനുശേഷം ഇന്നലെ ഈ 2 ദിവസങ്ങളിലായി ഒരു തിരിച്ചുവരവ് ഈ ഒരു ഇൻഡെക്സ് നടത്തിയിരിക്കുന്നത്. സോ FMCG സൂചികയിലുള്ള ഈ ഒരു തിരിച്ചുവരവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? വീണ്ടും അതിൻ്റെ ഒരു ഹൈ ലെവൽസിലേക്ക് കുതിക്കുമെന്നൊരു പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അല്ല, FMCG കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് അണ്ടർ പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ബട്ട് യെസ്റ്റർഡേസ് മൂവ്മെന്റ് വളരെ പവർഫുൾ മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻഫാക്ട് കഴിഞ്ഞ 6 മാസത്തിൽ ഇത്രയും ശക്തമായിട്ട് ഒരു മൂവ്മെന്റ് നമ്മൾ FMCG സെക്ടറിൽ കണ്ടിട്ടില്ല. സോ ഐ എക്സ്പെക്ട് ദാറ്റ് FMCG സെക്ടറിൽ നമുക്കൊരു ടേൺ റൗണ്ട് പ്രതീക്ഷിക്കാം. ഇതിൽ എടുത്തു പറയാനുള്ളത് ഇതിനെ ഈ ഒരു ഇൻഡെക്സിനെ നയിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് നെസ്ലെ ഇന്ത്യ. നെസ്ലെ ഇന്ത്യയുടെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ വലിയൊരു കുതിപ്പാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇന്നലത്തെ എസ്പെഷ്യലി ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് മാരിക്കോയുടെ കേസിൽ പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. മാരിക്കോ ഒരു ബ്രേക്ക് ഔട്ടാണ് നമുക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ നോക്കുമ്പോഴേക്കും ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ട്രേഡിൽ 2590 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ടാറ്റ കൺസ്യൂമർ നോക്കുമ്പോഴേക്കും എഗെയിൻ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ കാണുന്നു. സോ ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ്. ആദ്യത്തെ 1160, അതിനുശേഷം 1185. 1185 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. സർ അതിലൊപ്പം തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരേണ്ടത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഒക്ടോബർ സീരീസ് ആരംഭിച്ചതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 2900 പോയിന്റ്സിൻ്റെ അടുത്തൊരു മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ ഒരു 10-12ഓളം ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതും കാര്യമായ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും നടക്കാതെ തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ട് അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈക്ക് വരെ ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ എത്താനായിട്ടും ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. നാളെ ഇപ്പോൾ പല പ്രധാനപ്പെട്ട ബാങ്കുകളുടെയും HDFC ബാങ്ക് അടക്കമുള്ള ബാങ്കുകളുടെയും ഒക്കെ റിസൾട്ട് വരാനിരിക്കുകയാണ്. റീസെൻറ്റ് ടൈമിൽ തന്നെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ടൊരു മുന്നേറ്റം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ ഈ ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനൊരു സാധ്യത കാണുന്നു? അല്ല, നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചില പാറ്റേൺസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക്, HDFC ബാങ്ക് ഒന്നും തന്നെ പങ്കെടുക്കുന്നില്ലായിരുന്നു. ആ സമയത്ത് നിഫ്റ്റി ബാങ്കിങ് റിക്കവറിയെ നയിച്ചത് ഇറ്റ് വാസ് ദ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. അതിനുശേഷം കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ നോക്കുമ്പോഴേക്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് ദ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓവറോൾ ബൈയിങ് ഇൻട്രസ്റ്റ് ബാങ്കിങ് സെക്ടറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അണ്ടർടോൺ ഇസ് എക്സ്ട്രീംലി ബുള്ളിഷ്. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ഇന്നലത്തെ ക്ലോസിംഗ് ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവലിന്റെ തൊട്ട് താഴെയായിരുന്നു. സോ നമുക്ക് ഇന്ന് തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ പ്രതീക്ഷിക്കാം. ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 58,100, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 58,600 പോയിന്റിലോ കാണുന്നത്.
ചിലപ്പോൾ തന്നെ ഇന്ന് റിസൾട്ട് വന്ന ചില കമ്പനികൾ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതിൽ ആദ്യത്തേത് തീർച്ചയായിട്ടും ഇൻഫോസിസ് തന്നെയാണ്. ഇന്നലെ ഇൻഫോസിസിൻ്റെയും വിപ്രോയുടെയും റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതോടുകൂടി ലാർജ് ക്യാപ്പ് IT കമ്പനികളുടെ ഒക്കെ റിസൾട്ട് എത്തിയിരിക്കുകയാണ്. ഇൻഫോസിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഭേദപ്പെട്ട നമ്പേഴ്സ് തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഗൈഡൻസിലടക്കം ഒരു വർധനവ് രേഖപ്പെടുത്താനായിട്ട്, ലോവർ ലിമിറ്റ് എന്നൊരു വർധന രേഖപ്പെടുത്താനായിട്ട് മാനേജ്മെൻറ്റ് തയ്യാറായിട്ടുണ്ട്. ഇൻഫോസിസ് ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരുപക്ഷെ അവരുടെ ഒരു ബൈബാക്ക് പ്രഖ്യാപിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് ഒരു മുന്നേറ്റം നടത്തിയ മറ്റ് ഓഹരികളെ അപേക്ഷിച്ചിട്ട് ബെറ്റർ ആയിട്ടൊരു പ്രകടനം നടത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു ഇൻഫോസിസ് എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 4 ട്രേഡിംഗ് സെഷൻസിലായിട്ടൊരു നെഗറ്റീവ് ടോണാണ് ഈ ഓഹരിയിൽ കാണുന്നത്. സോ ഇൻഫോസിസ് ഓഹരികളിൽ ഈ ഒരു റിസൾട്ട് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇൻഫോസിസ്, TCS, HCL ടെക്നോളജി, വിപ്രോ ഇതൊക്കെ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഇറ്റ് ഹസ് ബീൻ അണ്ടർ പെർഫോമിംഗ്. ബട്ട് നമ്മൾ ഈ സ്റ്റോക്സ് ഒക്കെ ഓഗസ്റ്റ് മാസത്തിന് ശേഷം നോക്കുമ്പോഴേക്കും ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ഓൾമോസ്റ്റ് എല്ലാ മേജർ ടെക്നോളജി സ്റ്റോക്സും നല്ലൊരു അറ്റ്ലീസ്റ്റ് ഫോർ ഷോർട്ട് ടേം ഒരു നല്ല ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇൻഫോസിസിന്റെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1490. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1520, 1555, 1585. 1585 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. ഇതിൽ നമ്മൾ IT സ്റ്റോക്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് IT ഇൻഡെക്സ് ആയിരിക്കണം. IT ഇൻഡെക്സിന്റെ കേസിൽ വളരെ മേജർ റെസിസ്റ്റൻസ് 37,200 പോയിന്റിലാണ് കാണുന്നത്. 6 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. ഷോർട്ട് ടേം ട്രെൻഡ് ഫോർ IT ഇൻഡെക്സ് ഇസ് ഓൾറെഡി ബുള്ളിഷ്. അപ്പോൾ തന്നെ വിപ്രോയിലേക്ക് കൂടി വരികയാണ്. വിപ്രോയെ സംബന്ധിച്ചും പരിശോധിക്കുമ്പോഴേക്കും ഒരു സെപ്റ്റംബർ 29 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 6% മുകളിലൊരു റിട്ടേൺ നൽകിയ ഓഹരി കൂടിയാണ് വിപ്രോ എന്ന് പറയുന്നത്. അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഡീൽ വിൻസിലടക്കം കൃത്യമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ വിപ്രോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിപ്രോയുടെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിട്ടുണ്ട്. വിപ്രോയുടെ കേസിലും മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 262 രൂപയില 6 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. ഹൗവർ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 243 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. റിലയൻസിലേക്ക് കൂടി വരികയാണ് സർ. റിലയൻസിനെ സംബന്ധിച്ചിരുന്നപ്പോൾ ഒരു റിസൾട്ട് വരാനിരിക്കുകയാണ്. പല ബ്രോക്കറേജുകളും വളരെ ബുള്ളിഷ് ആയിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ് റിലയൻസിനെ സംബന്ധിച്ചപ്പോൾ നൽകിയിരിക്കുന്നത്. ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു റാലിയിൽ റിലയൻസിനും വളരെ ഡൊമിനൻസ് ആയിട്ടുള്ളൊരു പ്ലെയർ ആയിട്ട് മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്നലെ ഏകദേശം 1.5% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു റിലയൻസ് ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ റിലയൻസിലുള്ള ഈ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിഫ്റ്റിക്കൊപ്പം തന്നെ റിലയൻസിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് വന്നാൽ മാത്രമാണ് നിഫ്റ്റിയിൽ നമുക്കൊരു കൺഫേം ആയിട്ട് ബുള്ളി സെന്റിമെന്റ്സ് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പലപ്പോഴും താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പശ്ചാത്തലത്തിൽ റിലയൻസ് വീണ്ടും ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് കടക്കുകയാണോ? റിലയൻസിന്റെ കേസിൽ ഓഗസ്റ്റ് മാസത്തിന് ശേഷം നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് വി ഹാവ് സീൻ ദ ബോട്ടം ഇൻ റിലയൻസ്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് റിലയൻസിന്റെ കേസിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 1350 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എങ്കിലും റിസൾട്ട് വരുന്ന സ്ഥിതിക്ക് നമ്മൾ ഇന്ന് പുതിയ ലോങ് പൊസിഷൻസ് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും എടുക്കേണ്ടത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ്. ആദ്യത്തെ 1420. 6 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 1435. 1435 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സർ, അതിനോടൊപ്പം തന്നെ ചില PSU ബാങ്ക് ഓഹരികളിലേക്ക് കൂടി വരികയാണ്. അതിൽ ആദ്യത്തേത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ തുടക്കഘട്ടത്തിൽ വളരെ ശക്തമായിട്ട് ഓൾമോസ്റ്റ് ഒരു 52 വീക്ക് ഹൈയിലേക്ക് ഉയരുന്നൊരു സ്ഥിതി കണ്ടിരുന്നു. എന്നാൽ അവിടെ നിന്ന് ആ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ട്രേഡിംഗ് അവസാനിപ്പിച്ചതും ഓൾമോസ്റ്റ് ഒരു 3% ഇടിവിലാണ്. സോ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ 54 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അപ്പം തന്നെ AU ബാങ്കിലേക്ക് കൂടി വരികയാണ്. AU ബാങ്കിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അതിനോടൊപ്പം തന്നെ ഈ ഓഹരികളിന് മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
AU ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന്റെ കേസിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 843 കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ഒരു അപ് മൂവ് കാണാൻ സാധിക്കത്തുള്ളൂ. ഷോർട്ട് ടേം ട്രേഡിന് വേണ്ടി നമ്മളൊരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 793 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഒപ്പം തന്നെ സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്ക് കൂടി വരികയാണ്. സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഒക്ടോബർ 1 ഏകദേശം 15% വളരെ എക്സ്പ്ലോസീവ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഹൈ ലെവൽസിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻസിലൊക്കെ ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിച്ചത്. ഇന്നലത്തെ ഒരു ഇടിവോട് കൂടി ഓൾമോസ്റ്റ് ഒരു 0.7% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു ഇടിവോട് കൂടി ആ ഒരു 15% നേട്ടത്തിൻ്റെ വരെ ലോ ലെവൽ വരെയാണ് എത്തിയിരിക്കുന്നത്. സോ ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സൂര്യോദയയുടെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഇതിന്റെ ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം വലിയൊരു മുന്നേറ്റമായിരുന്നു ഈ സ്റ്റോക്ക് നമുക്ക് നൽകിയത്. ബട്ട് കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 145. 145 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത 3 റെസിസ്റ്റൻസ് ലെവൽ 150, 160, 165. സർ, അതിനോടൊപ്പം തന്നെ RBL ബാങ്കിലേക്ക് കൂടി വരികയാണ്. RBL ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻ്റ് ആണ് ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 2% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഒക്ടോബർ 18 അവരുടെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ബോർഡ് യോഗം നടക്കാനിരിക്കുകയാണ്. ഫണ്ട് റൈസുമായി ബന്ധപ്പെട്ട ഒരു ബോർഡ് യോഗമൊക്കെ നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻ്റ് ആണ് നമുക്ക് ഒക്ടോബർ 8 മുതൽ ഇങ്ങോട്ടേക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ RBL ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? RBL ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഈ സ്റ്റോക്കിൽ മേജർ റെസിസ്റ്റൻസോ പ്രോബ്ലംസ് ഒന്നും തന്നെ കാണുന്നില്ല. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഷോർട്ട് ടേം ട്രേഡിംഗിന് നമ്മൾ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 293 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒപ്പം തന്നെ IDFC ഫസ്റ്റ് ബാങ്കിലേക്ക് കൂടി വരികയാണ്. IDFCയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1.5% ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 3 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ ഒക്ടോബർ 10 വരെ നല്ലൊരു മുന്നേറ്റം നടത്തിയിരുന്നു. പിന്നീട് അവിടെ നിന്ന് വീണ്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കഴിഞ്ഞ ഒരു 4 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് കാണുന്നത്. സോ IDFC ഫസ്റ്റ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 70 രൂപ. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കും. സർ, അതോടൊപ്പം തന്നെ PNBയിലേക്ക് കൂടി വരികയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം ഒരു 0.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. PNBയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? PNBയുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും is bullish. ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 114 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്തായിട്ട് ഓട്ടോ മേഖലയിലേക്കാണ് വരുന്നത്. ഓട്ടോ മേഖലയെ സംബന്ധിച്ച് ഇന്നലെ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയ സെക്ടേഴ്സിൽ ഒന്ന് ഓട്ടോ സെക്ടർ കൂടിയായിരുന്നു. ഓട്ടോ ഇൻഡെക്സിനെ സംബന്ധിച്ച് ഇന്നലെ ഏകദേശം ഒരു 300-ലധികം പോയിന്റ്സിൻ്റെ ഒരു മുന്നേറ്റമായിരുന്നു ഓട്ടോ ഇൻഡെക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓട്ടോ ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് പല ഓട്ടോ സ്റ്റോക്സിലും കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 27,700 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് ഈ ഇൻഡെക്സിലും കാണാൻ സാധിക്കും. ടാറ്റ മോട്ടോഴ്സിലേക്ക് കൂടി വരികയാണ്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1.5%-ലധികം ഒരു നേട്ടം നൽകാനായിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ലോയിലായിരുന്നു ആരംഭിച്ചത് എങ്കിൽ പോലും അവിടെ നിന്നൊരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തുടർച്ചയായിട്ടൊരു കൺസോൾട്ടൻറ്റ് ഫേസിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ടോണിലായിരുന്നു ഈ ഒരു ഓഹരി ട്രേഡിംഗ് നടന്നു വരുന്നത്. സോ ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നമ്മൾ എൻറ്റയർ ഓട്ടോ സെക്ടർ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും അല്പം വീക്ക്നെസ് കാണിക്കുന്ന 2 ഓട്ടോ സ്റ്റോക്സ്, വൺ ഇസ് ടാറ്റ മോട്ടോർ, സെക്കൻഡ് ഇസ് ഹ്യുണ്ടായി.
സോ ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 378 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കണമെങ്കിൽ 422 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സർ, അടുത്തതായിട്ട് ടി വി എസ് മോട്ടോഴ്സിലേക്ക് കൂടി വരികയാണ്. ടി വി എസ് മോട്ടോഴ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടി വി എസ് മോട്ടോറിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു പ്രോബ്ലം കാണുന്നത് ജൂലൈ 25 നമുക്ക് ഒരു മേജർ ബോട്ടം 2728 രൂപയിൽ നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3435 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ഒലയിലേക്ക് കൂടി വരികയാണ്. ഒലയെ സംബന്ധിച്ചിട്ട് ഈ ഒരു ആഴ്ച ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് 2 ദിവസങ്ങളിലും ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഒരു അപ്പർ സർക്യൂട്ടിലായിരുന്നു ഓഹരി ക്ലോസിംഗ് നടത്തിയിട്ടുണ്ട്. ഒല അതിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണോ? ഒലയുടെ കേസിൽ ഡെഫിനറ്റ്ലി ദർസ് എ ട്രെൻഡ് റിവേഴ്സൽ. ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഓൺലി തിങ് ഇസ് ബി പ്രിപ്പയർഡ് ഫോർ ലോട്ട് ഓഫ് വോളറ്റിലിറ്റി. കാര്യം ഒലയുടെ ഫൈനാൻഷ്യൽസ് റിസൾട്ട്സ് ഇതുവരെയും മികച്ചതായിട്ടില്ല. സോ വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ലോട്ട് ഓഫ് വോളറ്റിലിറ്റി. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അടുത്ത മേജർ റെസിസ്റ്റൻസ് 57, 65, 68, 72. സർ, അടുത്തായിട്ട് JM ഫൈനാൻസിലേക്ക് കൂടി വരികയാണ്. JM ഫൈനാൻസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1.5% ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ടൊരു കൺസോളിഡേഷൻ മൂവ്മെന്റ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. സോ JM ഫിനാൻഷ്യൽ ലിമിറ്റിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? JM ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് ഒരു മേജർ റെസിസ്റ്റൻസ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് 184 രൂപയല്ല. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ഒരു അപ്മൂവ് കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 165 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ ചില ഗ്രീൻ എനർജി ഓഹരികളിലേക്ക് കൂടി വരികയാണ്. അതിൽ ആദ്യത്തേത് അദാനി ഗ്രീനുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. അദാനി ഗ്രീനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഓഹരി ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് 1.5% ഒരു നേട്ടം നൽകിക്കൊണ്ടാണ്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ടൊരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. സോ അദാനി ഗ്രീൻ എനർജി ലിമിറ്റുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അഡാനി ഗ്രീനിന്റെ കേസിൽ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് സെപ്റ്റംബർ മാസത്തിൽ എസ്പെഷ്യലി നമുക്ക് വലിയൊരു കുതിപ്പായിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സ്റ്റോപ്പ് 1009 രൂപ. ആൻഡ് മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിൽ കാണുന്നത് 1090 രൂപ. 1090 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു കുതിപ്പ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് വാരി എനർജീസിലേക്ക് കൂടിയാണ് വരുന്നത്. വാരി എനർജീസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് ഈ ഒരു ഓഹരിയിൽ ഓൾമോസ്റ്റ് ഒരു 9% മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെയും 3% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. വാരി എനർജീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വാരിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സ്റ്റോപ്പ് 3450 രൂപ. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 3870 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് വീണ്ടും ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഐനോക്സ് വിൻഡ് എനർജിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 1%-അടുത്തൊരു നഷ്ടം രേഖപ്പെടുത്തിയ ഓഹരി കൂടിയാണിത്. ഐനോക്സ് വിൻഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഐനോക്സ് വിൻഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 144 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 153 രൂപ.
താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്. യെസ്, ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ സൊളിസിറ്റേഷനോ അല്ല. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിനെ അഡ്വൈസ് ചെയ്തതിന് ശേഷം മാത്രം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനറിൽ നിങ്ങളോടൊപ്പം വിഷ്ണുവും ഒപ്പം തന്നെ സഫാനും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.